വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഓണത്തിന്റെ എന്താണ് വിശേഷം ചോദിക്കണമെന്നല്ല നിങ്ങൾ വിചാരിച്ചത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും നല്ല പൂക്കളൊക്കെ ഇട്ട് വീട്ടുകാരുടെ ഒപ്പം സദ്യയൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഉണ്ട് പായസമൊക്കെ കഴിച്ച് നല്ലൊരു അടിപൊളി ഓണം എല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഒപ്പം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. ഞങ്ങളും രാവിലെ എണീറ്റ് ഇവിടെ പൂക്കളം ഇടാനുള്ള ഒരു ശ്രമത്തിലാണ്. അപർണ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഒക്കെ മെഷർമെന്റ് എടുത്ത് വരച്ചോണ്ടിരിക്കുന്നുണ്ട്. മുന്നേ ഇവള് മെഷർമെന്റ് എടുക്കാൻ ഒരു മിടുക്കിയായിരുന്നു. അവരുടെ അങ്ങനെ ഓരോ വരയും നിങ്ങൾക്ക് ഒരു പഠിപ്പിച്ചിട്ട് ഫീൽ ചെയ്യുന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വിടുന്നിട്ട് വളരെ എക്സാം എഴുതുന്നത് പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ഓണം. ഞാനും യുവിയും ഇവിടെ വളാഞ്ചേരിയാണ് ഇത്തവണ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിഷ്ണു കോഴിക്കോടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അത് ഞാൻ വഴിയെ പറയാട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് എന്തൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇന്ന് ദീമാമിയും ആമിയും അപർണയും പ്രീത മാമിയും അമ്മയും അച്ഛനും വല്യച്ഛനും അമ്മമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ ഒരു മെമ്മറബിൾ ഓണാക്കാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. പൂക്കളത്തിന്റെ മെയിൻ ഡ്യൂട്ടി അപർണയ്ക്കാണ്. ഞാൻ അസിസ്റ്റന്റ് ആണ്. വെല്ലച്ചൻ ഇവിടെ പൂക്കളിടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കൊല്ലം ഇവിടെ പൂക്കളിട്ട് കഴിഞ്ഞാൽ വെല്ലച്ചൻ വന്ന് പറയും വലിയ പൂക്കളം വേണം, കുറേ പൂവ് വേണം. പിന്നെ അത് 2-3 ദിവസം പൂവ് ഇങ്ങനെ വാടുന്നത് വരെയൊക്കെ വെല്ലച്ചൻ ഇവിടെ തന്നെ വെക്കും. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുള്ളൂ. കഴിഞ്ഞ ഓണം നമ്മൾ ആംസ്റ്റർഡാമിലായിരുന്നല്ലോ. യുവിയുടെ ആദ്യത്തെ ഓണമായിരുന്നില്ലേ ജനിച്ച ഉടനെ ഉള്ളത്. അതിന് മുന്നത്തെ ഓണം നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ തറവാട്ടിൽ തന്നെ ആയിരുന്നു. അന്ന് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നു. ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് പൂക്കളിടാൻ തീരുമാനിച്ചു. അതൊരു ഭയങ്കര മണ്ടത്തരായ ഐഡിയ ആയി പോയി. അതുകൊണ്ട് പൂക്കളിടാൻ ഭയങ്കര ലേറ്റായി. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തോടെ. കാരണം റെഡി ആയിട്ട് വരാനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഇത്തവണ രാവിലെ എണീറ്റ് കണ്ണ് തുറന്നുടനെ നമ്മൾ പൂക്കളിടാന്നാണ് വിചാരിച്ചത്. ഇത്തവണത്തെ നമ്മുടെ പ്ലാൻ പ്രകാരം നമ്മള് ഉത്രാടം ഒരു വീട്ടിൽ ഗംഭീരമായി സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം തിരുവോണം നമ്മൾ അടുത്ത വീട്ടിൽ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നൊക്കെയായിരുന്നു. എല്ലാ തവണയും നമ്മൾ ഇങ്ങനത്തെ ഓരോ പ്ലാൻ ഇടുന്നുണ്ടെങ്കിലും അവസാനം എങ്ങനെങ്കിലും ഒക്കെ സാഹചര്യം അനുസരിച്ചിട്ടാണ് അത് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയിട്ട് വരാറ് കേട്ടോ. ഇത്തവണയും ഞാനും യുവി ഇവിടെയും വിഷ്ണു അവിടെയായി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വിഷ്ണു ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഗംഭീര വർക്കിലാണെന്ന്. ഇപ്പൊ രാത്രി 2 മണിക്ക് കിടക്കുക, രാവിലെ നേരത്തെ എണീക്കുക. എനിക്ക് തോന്നുന്നു വർക്കിനെക്കാളും കൂടുതലേ ചില ആൾക്കാർ ഭയങ്കര വർക്കഹോളിക് ആയിരിക്കുമല്ലോ. വിഷ്ണു അങ്ങനത്തെ ഒരാളാണ്. വിഷ്ണു ജീവിക്കുന്നത് ജോലി ചെയ്യാനാണ്. ജോലി കഴിഞ്ഞിട്ടാണ് വിഷ്ണുവിന് ജീവിതത്തിൽ എന്തുള്ളൂ. അപ്പോ ഇത്ര കാലമൊക്കെ നമ്മുടെ ഒരു വർക്കിംഗ് എൻവിറോൺമെന്റിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ വിഷ്ണുവിന് കുറച്ച് മാനസികാസ്വസ്ഥകളൊക്കെ തുടങ്ങിയത് തോന്നുന്നു. വേണമെങ്കിൽ ഒരു നെല്ലിക്കട്ടകളൊക്കെ വെക്കാം. അപ്പോ ഇത്ര കാലം വിട്ടു നിൽക്കുമ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ പല ആൾക്കാർക്കും ഉണ്ടായിരിക്കില്ല അവരുടേതായിട്ടുള്ള ഒരു മോഡ് ഓഫ് വർക്കിംഗ്. വിഷ്ണുവിന് ഓഫീസിൽ പോവുക, കുറച്ചും കൂടെ എല്ലാവരെയും മീറ്റ് ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്ത് ചെയ്യുക, ടീമിന്റെ ഒപ്പം ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ നാട്ടിലോട്ട് വന്നു. വിഷ്ണു ഇടയിൽ തിരിച്ചു പോകണമെങ്കിൽ പോവാന്ന് വിചാരിച്ചു. പക്ഷെ വിഷ്ണുവിന് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായി. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോൾ വിഷ്ണു വിചാരിച്ചതിനേക്കാളും കൂടുതൽ നാട്ടിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴാണെങ്കിൽ തിരിച്ചു പോകാൻ വയ്യ. കാരണം ഏകദേശം ഒരു 10 ദിവസത്തില് കല്യാണമാണ്. അപ്പൊ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അപർണം വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് വിഷ്ണു അതിന് ഒരു പെടല് വെട്ടിരിക്കുകയാണ് ഇപ്പൊ. അതുകൊണ്ട് കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് സഹിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാനും യുവിയും എല്ലാവരും കൂടെ ഉണ്ടായിട്ട് ഒരു വീട്ടിൽ ഭയങ്കര ബഹളൊക്കെ ആവുമ്പോ വിഷ്ണുവിന് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണെന്നുണ്ടെങ്കിൽ വിഷ്ണുവിന് 28-നാണ് അത് ലൈവ് പോണത്. അപ്പൊ അതുകൊണ്ട് ഈ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 27th വരെ വിഷ്ണുവിന് വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇതിനോട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ വന്ന ആളാണ് ഞാൻ. മറ്റേ ഫോക്കസ് നഷ്ടപ്പെടുന്നതല്ല, അതല്ല ശല്യാണെന്ന് പറ്റില്ല. എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല കേട്ടോ. അപ്പൊ എല്ലാരും കൂടെ ഇപ്പൊ അച്ഛനും അമ്മയും ഞാനും യുവി എല്ലാരും കൂടെ ഉണ്ടാവുമ്പോ ഞാനിങ്ങനെ ഒരു പ്ലാനൊക്കെ ഇട്ടിട്ട് അച്ഛനെയും അമ്മേനെ വിളിച്ച് പുറത്തു പോവുക, വീട്ടിൽ മറ്റേ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യുക, ബഹളം ഉണ്ടാക്കുക, TV ഉറക്ക വെക്കുക, യുവിനെ കളിപ്പിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ വിഷ്ണുവിന് വേണ്ടത്ര ഒരു ഫോക്കസ് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു 4-5 ദിവസം വിഷ്ണു കോഴിക്കോട് നിന്ന് എന്നോട് ഇവിടെ നിൽക്കാനാണ് ഉത്തരവ്. അതുകൊണ്ട് ഞങ്ങൾ 2 വീട്ടിലാണ് ഇത്തവണ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. വിഷ്ണുവിന് യുവിക്ക് കുറച്ച് മനസ്സിലാവുന്ന ആദ്യത്തെ ഓണല്ലേ അത്. അപ്പൊ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു മാറിക്കുന്നത്. പക്ഷെ ആ വിഷമത്തിനൊക്കെ മുകളിലാണ് ജോലിയിൽ നിന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള വിഷമം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ 2 വീട്ടിലായിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ പൂക്കൾ വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ മറ്റേ യുവി രാവിലെ എണീറ്റുടനെ എല്ലാ ദിവസവും അച്ഛൻ്റെ ഒപ്പം റൗണ്ട് നടക്കാൻ പോകും കേട്ടോ. ആ റൗണ്ടിൽ വരുന്ന ഒരു സ്ഥലമാണ് തറവാടും. അപ്പോൾ ദേ യുവി എത്തിയിട്ടുണ്ട് കുറച്ചു നേരം നമ്മുടെ ഒപ്പം പൂക്കളിടാൻ വേണ്ടിയിട്ട്. വിടു എന്നെ അങ്ങോട്ടെന്ന്. ഇതെന്താ ഇത് നോക്കോ യുവി? ഇതെന്താ
ഇവ പൂവിടാണോ ഓക്കീന്നൊക്കെ പറഞ്ഞ എവിടെ പൂ എവിടെ 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 പൂ എവിടെ ഇന്നലെ വൈകുന്നേരം അപ്പു പോയിട്ട് അപർണയുടെ അനിയനുണ്ടോ പോയിട്ട് പൂക്കളെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ നമ്മൾ 3 പേരും ഇരുന്ന് പൂക്കളെല്ലാം എതളൊക്കെ കളഞ്ഞു വെച്ചു. നമ്മൾ മുറിച്ചിട്ടില്ല കേട്ടോ, അത്രയ്ക്കും അങ്ങോട്ട് പണിയെടുക്കണ്ടെന്ന് വിചാരിച്ചു ജസ്റ്റ് എതളൊക്കെ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. പൂക്കളം കഴിഞ്ഞപ്പോ കൃത്യസമയത്ത് ആമിയും അനുവും ദീമാമിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് ടൈമിങ്. പൂക്കളിടാൻ ഞാൻ അവിടെ എത്തുന്നു പറഞ്ഞ വെല്ലച്ചൻ ആമി വന്നിട്ട് തുടങ്ങിയാൽ മതി എന്നൊക്കെ എന്നപ്പോ ഇപ്പോഴും ഇവിടെ ഇരുന്നേനെ. അപ്പൊ ഇവര് ഓണം കോസ്റ്റ്യൂമിലാ. ഈ കല്യാണം അനു തൂക്കിയതാ നമ്മള് പറയണ. അനു എല്ലാത്തിനും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെ കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞ് റെഡി ആയി നിക്ക. ഓ ആമി എന്താണ് അണക്കാണ് ഓണം വന്ന് അത് ഇവിടെ പൂക്കളം കറക്റ്റ് കഴിഞ്ഞു. കറക്റ്റ് ടൈമാ. എന്താണ് ആമി ഈ ഓണം ആമി തൂക്കി കല്യാണം അനു തൂക്കി. നമ്മളൊക്കെ വെറുതെ ഈ കല്യാണം അനു തൂക്കി അതാണ് ഹാഷ്ടാഗ്. ഞങ്ങളുടെ പൂക്കൾ അങ്ങനെ ഇട്ടു തീർന്നു. ഈ പൂക്കളത്തിന് ഭംഗി പോരാൻ തോന്നുന്നവർ 2 പേരുടെ കഠിനത്തിന്റെ ബാക്കിൽ അവസാനിപ്പിക്കണം. ഈ തുടക്കത്തിൽ ഈ ഒറ്റ വട്ടത്തിൽ മാത്രമേ ആത്മാർത്ഥം ഉള്ളൂ. പിന്നെ അതിന് ഈ പൂക്കളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലിട്ടിരിക്കുന്ന ചക്കച്ചോളയാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ആ ചക്കച്ചോള ഒരു വെറൈറ്റി കിട്ടതാ ഓണൊക്കെ ആകുമ്പോ. കണ്ടോ ഇന്നലെ എക്സ്പയറി കഴിഞ്ഞ ചക്കച്ചോള ഭയങ്കര. അത് പൂക്കൾ എങ്ങനെയുണ്ട്? വെല്ലച്ച വലിയ വട്ടം വേണമെന്ന് പറഞ്ഞായിരുന്നോ? ഞങ്ങളുടെ പൂക്കളം അങ്ങനെ ഫൈനലി കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ആമി റെഡിയാണ്, അനു റെഡിയാണ്. ആ പറഞ്ഞു ഞാനും റെഡി ആയിട്ട് വരാം. ഇട്ടാളെന്ന് പറയുന്നത് നോട്ട് ബാഡ്, ഗുഡ് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട്. വെല്ലച്ച പൂക്കൾ എങ്ങനെ ഉണ്ട്? അത് മതി, അത്ര ഇഷ്ടമുണ്ടോ? സദ്യ ഉണ്ടാക്കുക എന്നുള്ള പരിപാടി ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ അല്ല കേട്ടോ. ഇവിടെ ഒരു സദ്യ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഉള്ള സദ്യ. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോഴേക്ക് സദ്യയും പായസവും അങ്ങനത്തെ എല്ലാ സംഗതികളുമായിട്ട് അവർ വരും. അപ്പോൾ കുക്കിംഗ് പരിപാടി ഇല്ല. ഞാൻ പോയിട്ട് റെഡി ആവട്ടെ. സമയം 10 മണി. ഇത്തവണ ഒരു 12 മണിയാകുമ്പോഴേക്കും റെഡിയായി കുറച്ച് നേരം അവിടെ ഒപ്പം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് വേണം സദ്യ കഴിക്കാൻ. കഴിഞ്ഞ പോലെ ആകെ ഞാൻ പറഞ്ഞില്ലേ ഹറി ബറി ആകെ ഒരു അവസ്ഥയായി പോയി അവസാനം. അപ്പം അതുകൊണ്ട് ഹലോ, യുവിക്കിനി മുണ്ടെടുക്കണം, ഷർട്ട് ഇടണം, സദ്യ ഉണ്ണണം, ഇന്ന് കുറെ പരിപാടി ഉണ്ടല്ലേ. വിഷ്ണു 2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തറവാട്ടിലായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോ അമ്പലത്തിൽ പോയിക്കുക അവരെല്ലാരും കൂടെ. അപ്പൊ അമ്മേനെയും അച്ഛനെയും യുവിനെ വിളിച്ചിട്ട് ഹാപ്പി ഓണം പറയണല്ലേ. ഹാപ്പി ഓണം പറയണ്ടേ അച്ഛയ്ക്കോ അച്ഛമ്മയ്ക്കോ? ഹാപ്പി ഓണം അച്ഛമ്മ, ഹാപ്പി ഓണം അച്ഛച്ച പറയണ്ടേ? ഒരു കലിപ്പില്ലേ ക്യാമറ കാണുമ്പോ? എനിക്ക് തോന്നുന്നതാണെന്ന് ശരിക്കും ഉണ്ടോ? വൈസ് ദാറ്റ് കലിപ്പ്? ഹായ് ഹായ്. ക്യാമറയിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓണത്തിൻ്റെയും വിഷുവിൻ്റെ ഒക്കെ സമയത്ത് വീട്ടിലധികം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നെങ്കിൽ പുട്ട്, പഴം പുഴുങ്ങിയത്, പപ്പടം, അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ലിയും ചട്നി ആയിരിക്കും കേട്ടോ. ഇന്ന് പുട്ടാണ്. ഇന്നലെ രാത്രി ഉറക്കൊട്ടും ശരിയായിട്ടില്ല കേട്ടോ. ഉറക്കം ശരിയായില്ല എന്നല്ല, ഫുള്ള് എണീറ്റിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നേ. കാരണം ഞാനും യുവിയും കൂടെ ഈ റൂമിലാണല്ലോ കിടക്കാറ്. പക്ഷെ എപ്പോഴും വിഷ്ണു ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ വിഷ്ണു ഇടയിൽ 1-2 ദിവസം വളാഞ്ചേരി നമ്മുടെ ഒപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മയാണ് ഇവിടെ വന്ന് കിടക്കാറ്. ഈ ബെഡ് നടുവിലാണല്ലോ കിടക്കുന്നത്, ചുമരോട് അടുപ്പിച്ചിട്ടല്ല. അപ്പോൾ യുവി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ 2 ആൾക്കാർ കിടക്കാറുണ്ട്. പിന്നെ ബെഡ് റെയിൽ വെക്കണം എന്നൊക്കെ കുറേ കാലമായി ആലോചിക്കുന്നു. അതൊക്കെ വെക്കാന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്ത് പോയിട്ട് ഇതുവരെ വെക്കലുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നലെ അമ്മ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് അമ്മമ്മയുടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അമ്മമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുണ്ട്. ഓണൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അവരുടെ വീട്ടിൽ പോവുക, ഫാമിലിയുടെ ഒപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അവർ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമ്മയായിരുന്നു ഇന്നലെ രാത്രി കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും യുവിയും കൂടെയാണ് ഈ ബെഡിൽ കിടന്നത്.
ആ സമയത്ത് യുവി വീഴുവോ എന്നുള്ള ടെൻഷൻ കാരണം ഞാൻ കുറെ തലോണയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഫുള്ളി ഇങ്ങനെ എണീറ്റിരുന്നിട്ട് അതന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സാരിയുടെ സെഷൻ ഞാൻ എങ്ങനെ വെച്ചിട്ടും എനിക്ക് ഭയങ്കര വൃത്തിയിൽ ഒതുക്കി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം അമ്മ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. ഇത് ആണ് ഇന്നത്തെ എൻ്റെ സാരി. ഇതൊരു കേരള സാരി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നല്ലൊരു ഓണം ഫീൽ ഉള്ള ഒരു സാരി അല്ലേ. ഈ ഒരു സാരിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോണേ. ഈ ഒരു ബ്ലൗസ് എനിക്ക് ഈ ഒരു പിങ്ക് വരുന്നത് കണ്ടോ, ഈ ഒരു പിങ്കിന്റെ പ്ലെയിൻ ബ്ലൗസ് വേണം എന്നുള്ളതായിരുന്നു. ഇത് ചെറിയ ലൈൻസാ വരുന്നത്, ഇത് ഇതിന്റെ തന്നെ വിത്ത് ബ്ലൗസ് ആണ് കേട്ടോ. അപ്പൊ ഇതായിരുന്നില്ല എൻ്റെ മൈൻഡില് പ്ലെയിൻ പിങ്ക് കളർ ബ്ലൗസ് വേണം എന്നുള്ളതായിരുന്നു, സ്ലീവ്ലെസ് ഒക്കെ ആയിട്ടുള്ളത്. പക്ഷെ കൊടുത്ത തിരക്കിൽ ഞാൻ അമിതയുടെ അടുത്ത് പറയാൻ വേണ്ടി മറന്നുപോയി എനിക്ക് പ്ലെയിൻ ആണ് വേണ്ടത് എന്നുള്ളത്. ഞാൻ പറയാത്ത കാര്യം എന്തായാലും ഒരാൾക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വിത്ത് ബ്ലൗസ് തന്നെയാണ് അമിത എനിക്ക് സ്റ്റിച്ച് ചെയ്ത് അയച്ചിട്ടുള്ളത്. കുഴപ്പമുണ്ടായിരിക്കില്ല, എനിക്ക് എൻ്റെ മൈൻഡിൽ ഈ ഒരു സാധനം ആകുകൊണ്ട് ഞാൻ അങ്ങനെ വിചാരിക്കുക ചെയ്തിട്ടാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം, ചിലപ്പോൾ ഇതായിരിക്കും നല്ലത്. നമ്മൾ ഇത്തവണ സമയത്ത് റെഡി ആയിരിക്കുകയാണ്. ആമി ഇതേ ഫുൾ റെഡി ചെയ്തിട്ടുണ്ട്. ആമി ഒരു സുന്ദരി തന്നെ എത്ര കമന്റ്സ് വരാറോ അറിയാം. ഒരുപാട് എന്താ ഡിസ്കഷൻ എന്ന് അറിയോ, ആമി ഒരു സുന്ദരി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആരോ കമന്റ് ചെയ്യാറുണ്ട് അത്ര ആമി അമ്മേനെ പോലെയാണ്. തോന്നില്ല. പക്ഷെ അവർക്ക് ഇന്നെ പോലെ ഇല്ലേ കാണാൻ? തോന്നില്ല. ഇല്ല, എനിക്ക് തോന്നില്ലേ. അല്ല, പക്ഷെ വിഷ്ണുവിന്റെ അമ്മ ഭയങ്കര പക്ഷെ എന്താ പറയാ, വിഷ്ണുവിന്റെ അമ്മ പറയാറുണ്ട് എനിക്ക് ഇവൾക്ക് ഒരു ചായ ഉണ്ട്, എനിക്ക് കയ്യൊക്കെ ഒരു ചായ ഉണ്ട്. എന്റെ ചായ ഉണ്ടെന്ന് മലപ്പുറത്തുള്ളവരും പറയാറില്ലേ, ചായ എനിക്ക് തോന്നാറില്ല. അമ്മ പറയാറ് അമ്മ സുന്ദരിയാണ്. ഈ നോട്ടാണ് ചെറുപ്പത്തിൽ മുഴുവൻ എന്നെ മറ്റേ നോക്കി പേടിപ്പിക്കാറ്. ഇങ്ങനെ കണ്ണാ കണ്ട് പുറത്തു ചാടും. ഇപ്പൊ കണ്ടില്ലേ ആ നോട്ടം. ഞാൻ ഏകദേശം റെഡി ആയിട്ടോ. ഡ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ബ്ലൗസ് കുറച്ചും കൂടി ഈ ഒരു പിങ്കിക്ക് പോയിരുന്നെങ്കിൽ ഒരു രസമായിരുന്നേനെന്ന് തോന്നാം. അന്ന് ഓർത്ത് പറഞ്ഞാൽ മതിയത്, ഞാൻ ഓർക്കേ ചെയ്തില്ല. ഈ മുന്താണിയിൽ ഈ ഒരു ലൈൻസ് വരുന്നുണ്ട്, ഇതേ ലൈൻസ് ആണ് ഇവർ ഈ ബ്ലൗസിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ സ്റ്റിൽ എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ഡാർക്കർ കളർ ആയിരുന്നെങ്കിൽ ഞാനും അമ്മി മാച്ചും ആയിരുന്നു ഏകദേശം അല്ലേ. ഇതിന്റെ കുറച്ചൊരു ഡാർക്കർ ടോൺ ആയിരുന്നെങ്കിൽ. എൻ്റെ കയ്യിൽ ഇതിന്റെ ഡാർക്കർ ബ്ലൗസ് ഉണ്ട്, പക്ഷെ അതിങ്ങനെ സ്ലീവ്ലെസ് വരുന്ന വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ്. ഈ ഒരു മൂഡ് സായിക്ക് പോണ രീതിയിലുള്ള ബ്ലൗസ് അല്ല. സാരല്ല, നമുക്കിനി കുറച്ച് കമ്മലും മാലയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കോസ്റ്റ്യൂം ഒറ്റയടിക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് ജനലിന്റെ അപ്പുറത്തോ അവനടിക്കാം. എന്താ ഇപ്പൊ പാട്? 2 കൊല്ലം മുന്നേ ഞാൻ ഇവിടെ ഉള്ളപ്പോ അപർണ മറ്റേ പട്ടുപാവാട്ടിരുന്ന സാരിയൊക്കെ കുട്ടികളുടെ ഓരോ വളർച്ച. ആമി ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞാൽ സാരി ആവുന്നാണ് പറഞ്ഞു വന്നത്. സാരി എടുക്കാൻ തിരക്കാവും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10-35 വയസ്സായാല് പിന്നെ എല്ലാരും മിനി സ്കർട്ടിക്ക് അങ്ങനെയൊന്നുമില്ല. ഒക്കേഷൻ അനുസരിച്ചിട്ട് ബ്ലൗസ് സാരിയല്ല. അപ്പൊ അവര് ഇല്ലേ വെറുതെ ശബ്ദമൊക്കെ വാ യുഷി വാ. ഇതാണ് യുഷിയുടെ ഓണക്കോടി. യുഷിക്ക് 2-3 ഓണക്കോടി ഉണ്ട്. നമ്മൾ ആദ്യം കുറച്ചേരം ഇതിടും. ഇത് നമ്മൾ മോശാക്കുമ്പോഴൊക്കെ എടുത്തതാണ്. അച്ഛനും അമ്മയൊക്കെ വാങ്ങിയുണ്ട്. ഇത് എനിക്കൊരു ആഗ്രഹം ഇതിലൊന്ന് കാണാൻ വേണ്ടിട്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്ക് അച്ഛനും അമ്മയും വാങ്ങിക്കിടാം. ഇത് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിച്ചൊന്നായിരുന്നു. അച്ഛൻ ആഗ്രഹിച്ച് വാങ്ങിച്ചൊന്നായിരുന്നു അച്ഛൻ്റെ ഉള്ളത്. അപ്പൊ അച്ഛൻ പച്ചമേനെ കാണാൻ വയ്ക്കുക. അച്ഛൻ പോയി വരുമ്പോ എന്റെ ആഗ്രഹം തീർത്താ പിന്നെ നമ്മൾ അച്ഛൻ്റെ ആഗ്രഹം കൊടുക്കും. കുറച്ച് ലിപ്സ്റ്റിക് നോക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് മുഴുവൻ ക്യാമറയ്ക്ക് നമ്മുടെ മെയിൻ ആൾ സഹകരിക്കണം എന്നില്ല. പിന്നെ കേട്ടോ റെഡി ഫോർ ഓണം. ഇത് 5 മിനിറ്റ് ഉണ്ടാവുള്ളൂ. എന്താ പടം ഉണ്ടായോ? നമ്മളെല്ലാരും ഇവിടെ ചേച്ചി അങ്ങനെയൊന്നും ചെയ്ത് ശരിയായില്ല. ഞങ്ങൾ കുടുംബസമേതം റെഡി ആയിരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ രോഹിത്തിനെയും വിഷ്ണുവിനെയും മിസ് ചെയ്യുന്നുണ്ട്. അവർ 2 പേരുമാണ് ഇവിടെ ഇല്ലാത്തത് അല്ലേ? അതെ. ആ അച്ഛനെ വിളിക്കണ്ടേ? റെഡി ആയിട്ട് വിളിക്കാച്ചിട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വിളിക്കുന്നതിന്റെ മുന്നേ ഓണം വിഷു പറയാൻ എങ്ങനെ വിളിക്കാന്ന്. ഓണം ഇത് യുവിക്ക് വാങ്ങിയ ഡ്രസ്സാ ലുലുന്ന്. യുവി ഇതാ നമ്മളന്ന് വാങ്ങിയില്ലേ ഇത് പോണ തലേന്ന്.
ഹാപ്പി ഓണം അച്ഛ പറയൂ. എവിടെ അച്ഛൻ എവിടെ ചോദിക്കൂ. അച്ഛച്ച എവിടെ? ബോറടിക്കുന്നു ചോദിക്ക്. ഫോണിൽ കൂടെയുള്ള ബന്ധമൊന്നുമില്ല എന്നെ പോലെ. ഫോണിൽ കൂടെ അല്ലേ പരിചയമൊന്നും കാണിക്കില്ല. അതാ ഹാപ്പി ഓണം പറയൂ. ഹാപ്പി ഓണം. ഇതൊക്കെ എവിടെ? ഇത് യുവിയാണോ? അപ്പോ ഇത് യുവിയാണോ? ഇത് യുവിയാണോ? ഹാപ്പി ഓണം പറയൂ. എവിടെ? ഒന്നും നോക്കണമൊന്നുമില്ല. അമ്മ ഹാപ്പി ഓണം. എല്ലാരും ഉണ്ട് ഇവിടെ. ഞങ്ങളൊക്കെ അല്ല ഇപ്പൊ റെഡിയായിട്ട് അങ്ങോട്ട് പോവാൻ നിക്കുക. ഇപ്പൊ ചീത്ത കുഞ്ഞല്ല. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ പൂ മുറിച്ച് വെച്ചിരുന്ന് രാവിലെ പോട്ടു. അച്ഛനാ കഴിച്ചോ നിങ്ങള്? അമ്മ ഉണ്ടാക്കിയത് ആണോ? ഞങ്ങള് വീട്ടിൽ സദ്യ ഉണ്ടാക്കാൻ മറന്നിരിക്കണം. ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കാറ്. ഹാപ്പി ഓണം. എന്താ അച്ഛനോട് മാത്രമല്ലോ അമ്മേനും വിഷ്ണുവിനൊന്നും മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. കണ്ടോ? അപർണ കോഴിക്കോട് യദുവിന്റെ വീട്ടിൽ വിളിച്ച് ഓണമൊക്കെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും കൂട്ടത്തിലൊന്ന് ഓണമൊക്കെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോക്ക് സമയം കൃത്യം 1 മണിക്ക് നമ്മൾ എത്തിയായിരുന്നു. പക്ഷെ എന്നാലും ആദ്യ പന്തി ഇതേ ഇവിടെ ഉണ്ട് തുടങ്ങിയിട്ടുണ്ട്. റെഡിയായി. മേമ കുറച്ചും കൂടെ ബാസിലായിരുന്നു കേട്ടോ. ക്യാമറ മേമ ഒന്ന് പൊളൈറ്റ് ആയി. കുറച്ചും കൂടെ അമ്മക്ക് എന്താ പറയാനുള്ളത്? അതെ യുവിനി വെച്ചിട്ട്. അല്ല ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തായിരുന്നു. ടൈം വെച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അതതില് വെക്കുമ്പോ വൈബ്രേഷൻ ചെവിയിലടിക്കണ്ടേ? അത് ഇഷ്ടമായിക്കണം. നടക്കണ്ട ഇപ്പൊ. പക്ഷെ ആ മുഴുവൻ ധൈര്യം വന്നാലാണ് നടക്കുള്ളൂ. അല്ല ഇപ്പൊ 4-5 അടി ഇങ്ങനെ വെക്കുന്നുണ്ട്. ഉണ്ടായതുകൊണ്ടാണ് ഷർട്ട് അല്ല ട്രൗസറാണ് പെട്ടെന്ന് കാല് തടയണ്ട്. എളുപ്പം മുട്ടത്ത് മുണ്ട് തടയൂലോ. ഓണക്കോടി കിട്ടി യുവി. യുവിക്ക് ഇതേ പ്രീതമേമ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷം യുവിക്ക് ഡ്രസ്സ് വാങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. കാരണം അതിനൊരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അത്രയും ഡ്രസ്സ് എനിക്ക് പല പല സമയത്തായിട്ട് ദേ ഇങ്ങനെ യുവിക്ക് വാങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ വാങ്ങിയ ഓണക്കോടിയിലോട്ട് ഇപ്പം മാറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു വേണ്ട, കാരണം ഇവനിപ്പോൾ സൗകര്യം ഇത് തന്നെ ഇട്ടിട്ട് ഇവന്റെ ഡ്രസ്സിലോട്ട് മാറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഓണക്കോടിന് കല്യാണത്തിന് ഇടാന്ന്. മയില് അവരുടെ ആവാസ വ്യവസ്ഥന് പുറത്തേക്ക് വരുന്നതേ ഈ ജലക്ഷാമം വരും. ഇവിടെ പക്ഷെ ഇതിങ്ങനെ ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ഒരു പാത്രത്തിൽ തരാം. 4 ആൾക്ക് ഉള്ള ക്വാണ്ടിറ്റി. 4 ആൾക്കാണ് ഒരു കിറ്റ് നമ്മൾ തരാം. അപ്പൊ ഇവിടെ നമുക്ക് ഓലനുണ്ട്. ചക്കച്ചോള കുറച്ചേ ഉള്ളൂ, കാരണം നമ്മൾ പൂക്കളത്തിൽ ഇട്ടല്ലോ. പിന്നെ ബാക്കി അതേപോലത്തെ ഒരു പൂവുണ്ടായിരുന്നു. പിന്നെ ശർക്കരപ്പേരി, ഇത് കൂട്ടുകറി, ഇത് രസം, കാബേജ് ഉപ്പേരി, തൈര്, വെണ്ടയ്ക്ക പച്ചടി. വെണ്ടയ്ക്ക പച്ചടി കൂട്ടുകറിയോ അറിയില്ല. ഇത് മറ്റേ അച്ചാറ്, ഇഞ്ചി തൈര്, പരിപ്പ്, മോര്,
ഒരു പേര് കിട്ടാതെ കായ വറുത്തത്. കായ വറുത്തത്, കാളൻ, പുളിയിഞ്ചി, സാമ്പാറ്, അവിയല്, എന്താ അറിയില്ല. അപ്പൊ ഇതെന്താ? ഇത് പൈനാപ്പിൾ പച്ചടി അല്ല, ഇത് പച്ചടി. പിന്നെ നല്ല പായസം. എങ്ങനെയുണ്ടമ്മേ സാമ്പാറ്? സാമ്പാറല്ല, സദ്യ. നല്ല. ഞാന് കുറച്ച് എക്സൈറ്റഡ് ആണ് സദ്യ കഴിക്കാൻ. നാട്ടിൽ വന്നിട്ട് നല്ലൊരു സദ്യ കഴിച്ചിട്ടില്ല. അതാണ് സദ്യ കഴിക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 3 sisters. അമ്മമ്മയും വെല്ലച്ചനും ഒക്കെ ഓൾറെഡി സദ്യ കഴിച്ചു. അമ്മമ്മ റൂമിൽ തന്നെ പോയി കിടന്നു. ബാക്കി എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പന്തിക്കുള്ള ഇലയിട്ട് സദ്യയുടെ വിഭവങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. യുവി ഇവിടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരുന്ന യുവിയുടെ ഒരു പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആംസ്റ്റർഡാമിൽ പ്രദുവിന്റെ വീട്ടിലായിരുന്നു ഇത്തവണ എല്ലാവരുടെയും ഓണം സെലിബ്രേഷൻ കേട്ടോ. അതെല്ലാം കണ്ടിട്ട് എനിക്ക് അവിടെ എത്താൻ വേണ്ടി ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഒരു അവസ്ഥ, അവിടെ ഉള്ളപ്പോൾ ഇവിടെ എത്താൻ തോന്നും, ഇവിടെ ഉള്ളപ്പോൾ അവിടെ എത്താൻ വേണ്ടി തോന്നും. നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് സദ്യ കഴിഞ്ഞു. ഇനി ഒടുക്കത്തെ പന്തി. ഇപ്പൊ അമ്മമ്മ പറഞ്ഞ വേർഡാ എനിക്ക്. ആദ്യത്തെ പന്തി ഒടുക്കത്തെ പന്തി ഞാനും ദീമേമ്മയാണ്. ആണോ? സദ്യ ശരിക്കും നല്ല അടിപൊളിയായിരുന്നു. ഈ കയപ്പയ്ക്ക കൊണ്ടാട്ടം വറുത്ത് ഇങ്ങനൊരു കയപ്പയ്ക്ക പച്ചടി പോലത്തെ ഒരു സംഗതി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വളരെ കുറച്ച് സമയത്തേ കഴിച്ചുള്ളൂ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അത്. ഞാൻ നല്ല എൻജോയ് ചെയ്ത് സദ്യ കഴിച്ചു. പായസവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അവസാനത്തെ പന്തിയിൽ ഞാനും ദീമേമിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പ്രീതമേമിയും അമ്മയൊക്കെ കമ്പനി വന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ സദ്യയൊക്കെ മെല്ലെ കഴിച്ചു തീർത്തത്. സദ്യ കഴിഞ്ഞിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പമിലിരുന്ന പൂക്കളം കിട്ടില്ലല്ലോ. നമ്മുടെ സദ്യ കഴിഞ്ഞു. ഇനി മെയിൻ പരിപാടി ഓണത്തിന്റെ ഇത്രയും റെഡിയായി വന്ന ഫോട്ടോ എടുക്കുക. മുന്നേക്ക് ഫോട്ടോ എടുക്കാതെ പറയുമ്പോൾ അമ്മയൊന്നും വലിയ വില ഉണ്ടായില്ല. ഇപ്പൊ അമ്മയ്ക്ക് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടണം. വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഇന്നൊന്നിടണം. അമ്മമ്മ ഇടയിൽ വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി നമ്മൾ എല്ലാവരും കൂടെ വെല്ലച്ചൻ്റെ ഒപ്പമൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ പേരക്കുട്ടികളും മക്കളും മാത്രം വെല്ലച്ചൻ്റെ ഒപ്പം എടുക്കുന്ന ഫോട്ടോ ആണ്. പേരക്കുട്ടികൾ മാത്രമല്ല, പേരക്കുട്ടിയുടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് ഈ ഒരു ഫോട്ടോയില്. കോർഡിനേറ്റ് ചെയ്യാം. ഇതാണ് ബ്രൈഡ്. ഓണത്തിന്റെ ബ്രൈഡ്. അതെ, നമുക്കുണ്ടല്ലോ ഇപ്പൊ ഒരു 3 മണി to 4 മണിയിൽ നമ്മുടെ ഓണപരിപാടികൾ വൈൻഡപ്പ് ചെയ്ത് കുറച്ച് ഓണത്തിന്റെ ഗെയിംസ് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കേട്ടോ, നമ്മളെല്ലാ കൊല്ലം നോക്കി വെക്കുന്നത്. ഇപ്പൊ കളിക്കുമെന്ന് അറിയില്ല. പേപ്പർ കപ്സ് ഒക്കെ നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഗെയിം. അതെ, അപ്പൊ അതുകൊണ്ട് അയ്യേ പുഴു ചെരുപ്പിട്ടിട്ടില്ല. ഇവിടെ നിറയെ മറ്റേ അമ്മായിപ്പുഴു ഉണ്ട്. അമ്മായിപ്പുഴു ഏതറിയോ? എല്ലാരും അമ്മായിപ്പുഴു എന്നല്ല പറയാ. മറ്റേ ചേരട്ടയുടെ കറുത്തേന്റെ മുകളില് വെള്ള കുത്തുള്ള ഇല്ലേ? ഞാൻ അച്ഛമ്മ മഴക്കാലത്ത് കാണുന്ന മതിൽമ കാണുന്ന മറ്റേ ചേരട്ടയല്ല. ഞാൻ അച്ഛമ്മ എടുത്ത് ചോദിച്ചു എന്റെ പേരെന്താണ്. അപ്പൊ അച്ഛമ്മ പറഞ്ഞു ചേരട്ടയുടെ അമ്മായിയാണ്. അങ്ങനെ അത് അമ്മായിപ്പുഴു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഇപ്പൊ അത് അമ്മായിപ്പുഴു എന്നാ പറയാറ്. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മള് ഇപ്പൊ താഴത്തെ വീട്ടിൽ പോവുകയാണ്. താഴത്തെ വീടിന്നാട്ട് എന്റെ വീടിന് പറയാറ്. കാരണം നോക്കിക്കോ, ഇങ്ങനെ ഒരു താഴത്താണത്. അപ്പൊ അതുകൊണ്ട് താഴത്തെ വീട്ടിൽ പോയി അപ്പൊ കുറച്ച് ഫോട്ടോസും അങ്ങനത്തെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മള് ഡാൻസ് പ്രാക്ടീസിലോട്ട് കിടക്കുന്നു. 4 മണിക്ക് അതിന്റെ ഇടയ്ക്ക് നമുക്ക് സ്പ്രേ പെയിന്റ് ചെയ്യണം. ഇതൊക്കെ പരിപാടികളാ. തറവാട്ടിൽ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സദ്യ കഴിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരം സ്പോട്ടാണ് അപർണയുടെ വീടിൻ്റെ മുറ്റം. ഇവിടെ വന്നിട്ട് അനുവും അപ്പുവാണ് നമുക്ക് വേണ്ട ഫോട്ടോസ് എല്ലാം ഇവിടെ നിന്ന് എടുത്തു തരാറ്. ഞങ്ങൾ 3 പേരും ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഇരിക്കുന്ന രീതി കണ്ടപ്പോൾ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വന്ന്, നമ്മൾ നഴ്സുമാരാണോ എന്നാ ചോദിക്കുന്നേ? അല്ല, ഞങ്ങൾ എന്താണ് സഹോദര ജ്യേഷ്ഠന്മാരുടെ അതെടുക്കണം. അതാ ഇത്രയും വലിയൊരു സിനിമയിലെ ഡയലോഗിനെ പിച്ചിക്കുന്നോ? ആ സിനിമയില് എന്തൊരു വില്ലനല്ലേ മറ്റേ പുള്ളി അച്ഛനാ. അന്ന് ഞാൻ ആദ്യം ഇവൾക്ക് വീഡിയോ എടുക്കാൻ 5 വയസ്സ് മനസ്സിലായിട്ട് പോണതിനനുസരിച്ചിട്ട് ക്യാമറ പിന്നാലെ വരണം. ക്യാമറ ആണെങ്കിലൊന്നും കുഴപ്പമില്ല. അല്ലേ, പണി വീഡിയോ എടുക്കലല്ലാന്ന് പല്ല് നോക്കലാണ്. അപ്പോ ആ പടം തുടക്കത്തിലൊക്കെ ഞാൻ വിചാരിച്ചു ഭയങ്കര നന്മയുള്ളൊരു പടം. പിന്നെ മനസ്സിലായി എന്തൊരു. ഞാൻ ഇപ്പോഴും കുക്ക് ചെയ്യണ സമയത്ത് ഫുൾ അറിയില്ല. അയ്യോ, അത് എത്ര തവണ കാണി. ഞാനൊരു മിനിമം 50-60 തവണയൊക്കെ ആ പടം കണ്ടിട്ടുണ്ടാവും. ഭയങ്കര സ്ട്രെസ് ബൂസ്റ്ററാണ് എനിക്ക്. ആദ്യമായിട്ട് പാടിയിട്ട് ഒരു പാട്ട് മനസ്സിലായത്. എത്ര ഗ്യാപ്പില് വെക്കാം? കമത്തിട്ടല്ലേ വെക്കുക? എന്നാ ഐശ്വര്യ ചേച്ചി രോഹിത്തിനെ ഓപ്പോളെ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ നിങ്ങൾ എന്താ അങ്ങനെ വിളിക്കാന്? ആരും ഞങ്ങളോട് പറഞ്ഞതൊന്നുമില്ല. അപ്പൊ ഒരു ഐശ്വര്യ ചേച്ചി എന്ന് പഠിപ്പിച്ചത് ഐശ്ചി. കമോൺ 3 4
5 നോക്ക് മെല്ലെ 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 ആമി മെല്ലെ തട്ടുട്ടോ ആ 1 2 3 ആ തട്ടി വീണിട്ടില്ല കുഴപ്പമില്ല ആ പോയി അതെ ബീന നിവാസിൽ ഉത്ഭവിച്ച ഒരു ഗെയിമാണ് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എന്താണ് ചെരുപ്പേറ് ഈ ഗെയിമിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അധികം ഇല്ല ഞാനും രോഹിതേട്ടനും അനുവും അപ്പുവും ഞങ്ങളാ പണ്ട് കളിച്ചിരുന്ന അപ്പൊ ജാമിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ ഗെയിം എന്നുള്ളത് ഇതാണ് ചെരുപ്പേറ് എന്ന് പറഞ്ഞാ പക്ഷെ എന്ത് രസമായിരുന്നു അല്ലെ വൈകുന്നേരം നമ്മൾ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ നമ്മളെല്ലാരും കളിക്കുകയായിരുന്നു പുറത്ത് ഓടിയിട്ട് അപ്പോ അതല്ലേ ഒരു കോട്ട് വായിച്ചു നിങ്ങൾക്കിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ 30s ഭയങ്കര ബിസിയാണ് നമ്മൾ കരിയറിൻ്റെ പിന്നാലെയാണ് നമുക്ക് കുട്ടി ഉണ്ടായിരിക്കും കുട്ടിയുള്ളവർ കുട്ടീനെ വളർത്തുന്നതിൻ്റെ പിന്നാലെയാണ് അങ്ങനെ എല്ലാം കൊണ്ടും വളരെ തിരക്കാണ് അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചൊരു ഓട്ടമാണ് പക്ഷെ ആ 30s നമ്മുടെ കുട്ടി വളർന്ന് വലുതാവുന്നത് നമ്മുടെ പേരൻസിനും പ്രായമായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമ്മളൊരു ജനറേഷൻ റേസ് ചെയ്യാൻ നോക്കുമ്പോൾ മറ്റൊരു ജനറേഷൻ നമ്മൾ മെല്ലെ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ തിരക്ക് പിടിച്ച് എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഇപ്പം ഞാൻ നാട്ടിൽ വന്നിട്ടുള്ളത് പോലെ ആയിരിക്കില്ല 2 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ അമ്മയും അച്ഛനും കുറച്ചും കൂടെ പ്രായമായിട്ടുണ്ടായിരിക്കും അച്ഛനിപ്പോൾ 62 ആയി 64 ആയിട്ടുണ്ടായിരിക്കും അമ്മയ്ക്ക് 60 ഉണ്ടായിരിക്കും ഇവിടെ പിന്നാലെ അത്ര ഓടാൻ പറ്റണമെന്നില്ല അപ്പോൾ സ്ലോ ഡൗൺ കുറച്ചൊന്ന് ഇപ്പോൾ ഞാൻ കൊടുത്താൽ തന്നെ കഴിക്കുള്ളൂ ഇത് അധിക കാലം ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും അവൻ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യും എൻജോയ് ചെയ്യാനും കൂടെ വേണ്ട നിങ്ങൾക്ക് ആർക്കും ഒന്നും ആമിക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ എന്തത് പെട്ടെന്ന് പറയണം തോന്നി ഇപ്പം എന്ത് പറഞ്ഞുകൊണ്ടാവാം ഗുഡ് ഓൾഡ് ടൈംസ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെറുപ്പത്തിലെ സമയം വാസ് ടു ഗുഡ് ആമിക്കത് അധികം ആമി ഉണ്ടായപ്പോക്ക് നമ്മുടെയൊക്കെ സ്കൂളിങ് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് നമ്മൾ വൈകുന്നേരം ബഹളം പിടിച്ച് വന്നു കഴിഞ്ഞ് ബാഗ് വലിച്ചെറിഞ്ഞ് സീറ്റിലിരുന്ന് അമ്മമ്മയ്ക്ക് കൃത്യം കണക്കുണ്ട് ഓരോന്നും എത്രണ്ണ തരിക എന്നുള്ളത് അമ്മമ്മ രോഹിത്തിന് ഇടയിൽ കൂടെ ഒന്ന് എക്സ്ട്രാ കൊടുക്കും ഓർമ്മ ഉണ്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഇല്ലേ ഇടയിൽ കൂടെ ഒന്ന് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പുറത്ത് കുറേ നേരം കളിക്കുമായിരുന്നു ഞങ്ങൾ അപ്പൂനെ പുള്ളി ചെയ്യായിരുന്നു ആ പറഞ്ഞിട്ട് അതുകൊണ്ട് ആമീനെ പുള്ളി ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഗുഡ് ഓൾഡ് ഡേയ്സ് അപ്പോൾ ചെറുപ്പേർ എന്ന് പറയുന്നത് ഞാൻ വളർന്നു പോയതിന് ശേഷം അതായത് ഞാൻ +1 എത്തിയതിന് ശേഷം ഇവർ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു കളിയാണ് ഇങ്ങനെ ലൈനിൽ നിന്നിട്ട് ചെരുപ്പ് എറിയും ആ ചവിട്ടിയിട്ട് അറ്റം വരെത്തണം ആ ആ ഒന്നും കൂടെ അപ്പൊ നിങ്ങൾ പല ഡയറക്ഷനിലേക്ക് എറിയേ ഇന്നിവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പല കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനത് അപർണയുടെ അടുത്തും അനുവിൻ്റെ അടുത്തും പറയുമായിരുന്നു ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ഓണം അല്ലെങ്കിൽ വിഷു നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഒരുമിച്ച് കൂടുക ഫോട്ടോ എടുക്കുക സദ്യ കഴിക്കുക കുറേ വർത്തമാനം പറയുക ചിരിക്കുക കളിക്കുക എന്നുള്ളതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഫാമിലീസിൽ ബിസി ആയിരിക്കും കരിയറിൽ ബിസി ആയിരിക്കും ഓരോരോ രാജ്യങ്ങളിലായിരിക്കാം ഓരോരോ സ്ഥലത്തായിരിക്കാം ചിലപ്പോൾ ഇന്ന് ഈസി ആയിട്ട് കിട്ടുന്ന ഈ ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ 2, 3, 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരുമിച്ചൊരു തീരുമാനമൊക്കെ എടുത്ത് നമ്മുടെ അവൈലബിലിറ്റി ഒക്കെ നോക്കി നമ്മൾ എത്തിപ്പെടുന്ന രീതിയിൽ ചിലപ്പോൾ ആയേക്കാം ഇത് ആരുടെയും തെറ്റൊന്നുമല്ല പക്ഷെ ലൈഫിൽ നമ്മളെല്ലാവരും പല സ്റ്റേജിൽ പല പോലെ ബിസി ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചുള്ള ഈ ഓരോരോ മിനിറ്റിൻ്റെയും സെക്കൻഡിൻ്റെയും വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ആരും ഒരു ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത് അതൊരു ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ് എനിക്ക് ഇത്തവണ വട്ടംകുളത്ത് ഒരു ഓണം സെലിബ്രേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ പറഞ്ഞു ചെയ്യാമെന്നൊക്കെ തന്നെ വിചാരിച്ചേ പക്ഷേ അച്ഛമ്മയ്ക്ക് ഇപ്പോൾ വയസ്സായതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഒപ്പം ഓരോരുത്തരും പല പല സ്ഥലങ്ങളിൽ പല പല ജോലിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തിരക്കിലാണ് അതുകൊണ്ട് എല്ലാം കൂടെ നോക്കി വീടടച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൂടെ നോക്കി നമുക്ക് അവസാനം അതവിടെ ചെയ്തെടുക്കാൻ പറ്റിയില്ല ഇതൊന്നും ആരുടെയും തെറ്റല്ല വർഷങ്ങൾ കുറേ കഴിയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ കുറച്ച് ബിസി ആകുമ്പോൾ പല പല മാറ്റങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോൾ എല്ലാവരും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് ചേഞ്ച്
ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ചേച്ചി എന്നുള്ള നിലയിൽ ഇവരുടെ അടുത്തൊക്കെ പറയുമായിരുന്നു, ഈ കിട്ടുന്ന ഓരോരോ നിമിഷവും നമ്മൾക്ക് അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള സമയമാണ്. കുറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നില്ലേ, അതേപോലെ നമുക്ക് രസമുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അതുകൊണ്ട് ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ ഓണം അവസാനിപ്പിക്കുകയാണ്. ഓണത്തിന് സദ്യ ഉണ്ടു, എല്ലാവരും കൂടി ഫോട്ടോ എടുത്തു, പൂക്കളം ഇട്ടു, ഗെയിംസ് കളിച്ചു. അതെ ഗെയിംസ് കളിച്ചു, ഡാൻസ് പഠിച്ചു. അങ്ങനെ അയ്യോ ഞാനും പറഞ്ഞു കൂടെ ഒന്നൊരു ഡാൻസ് വിചാരിച്ചായിരുന്നു കളിക്കാൻ ഓണത്തിന്. ഓൾ മറന്നു, ഞാനും മറന്നു. അപ്പോൾ പിന്നെ പ്രശ്നമില്ല, ആരും ഓർമ്മിപ്പിക്കുക പോലും ചെയ്തില്ല. ഇനി ഞാൻ വീട്ടിൽ പോയിട്ടേ, അമ്മ യുവീനെയും കൊണ്ട് താഴെ പോയിട്ടുണ്ട്, എന്താ അവിടുത്തെ അവസ്ഥ ഒന്ന് നോക്കട്ടെ, സാരി ഒന്ന് ഊരട്ടെ. വൈകുന്നേരം പ്രീതമേമിയും ദീമേമിയും അമ്മയും അപർണയും ആമിയും ഞാനും കൂടെയുള്ള തേപ്പ് തൊട്ടതാണ്. കുറച്ച് ഡാൻസൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ പോയിട്ട് വരാം. ഞങ്ങൾ കുറച്ചു നേരം ഡാൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാൻ പോയൊരു മൂഡ്. അപ്പോൾ അപ്പു, അനു, ആമി, യുവിക്ക് എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. യുവി അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുന്നു. പോരുന്ന അതെ ഒക്കത്ത് വെച്ചിട്ട് നേരെ കാറ് കൊണ്ടൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ KR ബേക്കറിക്ക് ചായ കുടിക്കാൻ പോവാണ്. യുവിക്ക് പുറത്ത് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുന്ന സമയത്തും അവനൊന്നെങ്കിൽ നമ്മളൊരു ചപ്പാത്തിയുടെ ചെറിയ പീസോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രെഡോ ബണ്ണോ അങ്ങനത്തെയൊക്കെ കുറച്ച് നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒപ്പം കമ്പനിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനും എല്ലാവരും വർത്താനം പറയുമ്പോൾ മുഖത്ത് നോക്കാനും പിന്നെ സൈഡിൽ കൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വിളിച്ചു വരുത്തി ഹായ് പറയാനും പിന്നെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവരെ ഭയങ്കരമായിട്ട് വിളിക്കുന്നതാണ് അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ യുവി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സമയമാണ് ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പുറത്ത് പോകുന്ന കാര്യങ്ങളും എല്ലാം. ആമി യു ഹാപ്പി ആയോ യുവി? യുവി ടാറ്റാനോ ബൈ. ക്യാമറയിലൂടെ ടാറ്റ പറയൂ. അതെ ക്യാമറയോട് ടാറ്റ പറയൂ. ക്യാമറയോട് പറയില്ല, യുവിനോട് പറയും. നമുക്ക് ബാഗൊന്നുമില്ല. അങ്ങനെയാണ് ലൈറ്റ് ട്രാവലറാ. കോളേജിൽ നിന്നൊക്കെ വരുമ്പോ ചെറിയൊരു ബാഗ് മാത്രം. ചായ കുടിക്കാൻ വന്ന പോയൊരൊറ്റ പോക്ക്. സ്ലീപ്പ് ഓവർ ആണത്രേ. തെറ്റ ശരിയാ തോന്നുന്നു കേട്ടോ. ലുഷീർന്ന് ടച്ചുള്ളൊരു വാക്ക് എനിക്ക് അവിടുത്തെ ശേഷം പരിചയപ്പെട്ടതാണ്. ഇതെന്റെ പുതിയ കണ്ണടയാണ്, പക്ഷെ അറിയത്തില്ലേ. അപ്പൊ ഇത് ഞങ്ങളിവിടെ സ്ലീപ്പ് ഓവറാണ്. ഞാൻ കുറച്ച് ഡാൻസ് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടായിരുന്നു. വൈകുന്നേരം അമ്മേനെയും പ്രഥമേനെയും ദീമേനെയും ഒരു വഴിക്ക് എത്തിച്ചു. കുഴപ്പമില്ല, അല്ല നന്നായിട്ടുണ്ട്, കുഴപ്പമില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു എന്റെ അമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ പോകുന്നത്. വീട്ടിലെ കളിക്കാറുണ്ട് ഇഷ്ടം പോലെ താണ്ഡവം. അല്ലാതെ സ്റ്റേജ് കയറി മാന്യമായിട്ടുള്ള അങ്ങനെയല്ല, സ്റ്റേജ് കയറി നാലാളെ കാണുന്ന രീതിയിൽ ഒരു പഠിച്ച ഡാൻസ് കളിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. തിരുവാതിരക്ക് മുന്നേ ഒരു തവണ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്. അമ്മ എക്സ്പ്രഷനൊക്കെ വാരി വെതറിയിട്ട് ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ കുറഞ്ഞു പോകുമെന്ന് എനിക്ക് ടെൻഷൻ, പക്ഷെ കിഡ്ലോയി കളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞു. ഇന്ന് രാത്രി നമ്മളുടെ സ്ലീപ്പ് ഓവറാണ്. നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് തൊട്ട് ശരിക്കും കല്യാണത്തിന്റെ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെടും. ഇന്നും നാളെയൊക്കെ ആയിട്ട് കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് അറിയാം, ഇവർക്കൊക്കെ ഡ്രസ്സ് കിട്ടി. ഇതിൻ്റെ ഒറ്റ ഡ്രസ്സ് കൈ കിട്ടിയിട്ടില്ല, കിട്ടുമായിരിക്കും. ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ റെഡി ആവാറ്. അപ്പോൾ എനിക്കങ്ങനെ തിരക്കൊന്നും ഇല്ലാത്ത കാരണം എത്തിക്കുമായിരിക്കും എല്ലാവരും. ഇതുവരെ എത്തിച്ചിട്ടുണ്ടാവും. എന്നെ പറ്റി അമിത പറയാറുണ്ട്, എന്റെ അത്ര കൂളായിട്ടുള്ള ഒരു ക്ലൈന്റ് അമിതക്ക് കിട്ടിയിട്ടുള്ളതാണ്. മറ്റേ യുവിയുടെ ബർത്ത്ഡേയുടെ തലേന്നൊക്കെ തന്നെ എത്തുമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ അതെത്തും, ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും കാലം ചെയ്തവരുടെ ഒപ്പം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എത്തും. ഇവർക്ക് കിട്ടി, പറയണത് കിട്ടി അത്രേ ഉള്ളൂ. കംപ്ലൈന്റ് പറഞ്ഞ പോലെ ഉണ്ട്, ഇവർക്ക് കിട്ടി എനിക്ക് കിട്ടിയിട്ടില്ല എന്നങ്ങനെ കേട്ടോ. ചർമ്മ പറഞ്ഞു തന്നപ്പോ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിവിടെ കുറച്ച് ഡാൻസ് പ്രാക്ടീസിലാണ്. അതോടുകൂടെ വളരെയധികം സന്തോഷമുള്ള ഒരു ഓണം കൂടെ ദേ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഈ ഒരു ബന്ധം ഇതേപോലെ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റട്ടെ എന്ന് ഞാൻ അത്രയധികം ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ തിരക്കിലായിരിക്കാം. ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നിലനിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരിക്കലും അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അപ്പോൾ അതോടുകൂടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.